40 വർഷത്തെ ബ്രില്യൻ ഫാമിലിയുടെ ജൈത്രയാത്ര തിരിഞ്ഞു നോക്കുമ്പോൾ അത് വിജയത്തിലേക്ക് എത്തിയതിന് പിന്നിലെ ഒരു വലിയ സർവൈവൽ സ്റ്റോറിയാണ്. കേരളത്തിലെ നിരവധി വിദ്യാർത്ഥികൾക്ക് താങ്ങും തണലുമായി പ്രചോദനമായ ബ്രില്യൻ ഫാമിലിയുടെ വളർച്ചയുടെ ഓരോ പടവുകളെക്കുറിച്ചും എടുത്തു പറഞ്ഞുകൊണ്ടുള്ള ഒരു ലേഖനം മലയാള മനോരമ ന്യൂസ് പേപ്പറിൽ നിങ്ങളെല്ലാവരും ഇതിനോടകം കണ്ടിട്ടുണ്ടാവും. കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ ഏറ്റെടുത്ത ആ വാർത്ത ഒരിക്കൽ കൂടി ഞാൻ വായിക്കും. ബ്രില്യൻ്റായി 40 വർഷങ്ങൾ, അതാണ് ആ വാർത്തയുടെ തലക്കെട്ട്. പാല എന്ന് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ഓടിയെത്തുന്ന മീനച്ചിലാറിനും കുരിശുപള്ളിക്കും KM മാണിക്കും ഒപ്പം ഒരു പേരും കൂടിയുണ്ട്, ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല. 1984 പാലായിൽ സുഹൃത്തുക്കളായ 3 ചെറുപ്പക്കാർ ചേർന്ന് നട്ട അറിവിൻ്റെ വിത്ത് കേരളത്തിലും പുറത്തും പടർന്ന് പന്തലിച്ച് മഹാവൃക്ഷമായി. എളിയ തുടക്കം, ചരിത്ര വിജയം. 500 ചതുരശ്ര അടി വാടക കെട്ടിടത്തിൽ 1500 രൂപ മൂലധനത്തിൽ 4 അധ്യാപകരുമായി 39 വർഷം മുൻപ് ബ്രില്യൻ തുടങ്ങുമ്പോൾ ആകെ ഉണ്ടായിരുന്നത് 12 കുട്ടികൾ മാത്രമാണ്. ഇന്ന് ലക്ഷത്തിലധികം ഡോക്ടർമാരും എഞ്ചിനീയർമാരെയും സൃഷ്ടിച്ച ബ്രില്യൻറ്റിന് 700 പ്രൊഫസർമാരുൾപ്പെടെ 3000-ലധികം സ്റ്റാഫും 1200 കോടിയിലധികം ബ്രാൻഡ് മൂല്യവും 4 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണവുമുള്ള കെട്ടിടവുമുണ്ട്. 100-ൽ പരം ഹോസ്റ്റലുകൾ, ദുബായിൽ ഓഫീസ്. നേട്ടങ്ങളുമായി ബ്രില്യൻറ്റ് അങ്ങനെ മുന്നേറുന്നു. മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയിൽ സംസ്ഥാനത്ത് 23 തവണ 1-ാം റാങ്കുകാരും മറ്റ് പ്രവേശന പരീക്ഷകളിൽ 60-ൽ പരം തവണ 1-ാം റാങ്കുകാരും ബ്രില്യൻറ്റിൽ നിന്ന്. എൻട്രൻസിൻ്റെ മറുപേരായി പാലായെ ബ്രില്യൻ മാറ്റിയെടുക്കുന്നു. പ്രതിവർഷം 60,000-ൽ കൂടുതൽ വിദ്യാർത്ഥികൾ ബ്രില്യൻറ്റിനെ വിശ്വസിച്ചെത്തുന്നു. ഓരോ വർഷവും വിജയ ശതമാനത്തിൽ വൻ വർധനയാണ് ബ്രില്യൻറ്റിൻ്റെ മുഖമുദ്ര. ബ്രില്യൻ സ്റ്റഡീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ കഴിഞ്ഞ വർഷം കമ്പനിയായും ബ്രില്യൻറ്റ് രജിസ്റ്റർ ചെയ്യുന്നു. കോവിഡ് കാലത്ത് ഓൺലൈനായി അധ്യാപനം നടത്തിയും വിദ്യാർത്ഥികൾക്കൊപ്പം നിന്നു. വിവിധ മേഖലയിലുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന ഓൺലൈൻ ക്ലാസുകളും ബ്രില്യൻറ്റിൻ്റെ സ്വന്തം. ഇതിനായി 30-ൽ കൂടുതൽ സ്റ്റുഡിയോകൾ ക്യാമ്പസിൽ പ്രവർത്തിക്കുന്നു. മുത്തൂലി എന്ന ഗ്രാമത്തിൻ്റെ മുഖഛായ ബ്രില്യൻറ്റ് മാറ്റി എഴുതുകയാണ്. വിജയവീതിയിലെ കനൽ ചുവടുകൾ. 1984 അരുണാപുരത്ത് അൽഫോൻസ കോളേജിന് എതിർവശത്ത് ചെറിയ ഷെഡിൽ ട്യൂഷൻ സെൻ്ററായാണ് തുടക്കം. ഇപ്പോഴത്തെ മാനേജിംഗ് ഡയറക്ടർമാരിൽ 3 പേരായിരുന്നു തുടക്കക്കാർ: ജോർജ് തോമസ്, സെബാസ്റ്റ്യൻ മാത്യു, സ്റ്റീഫൻ ജോസഫ്. കട വിട്ടു നൽകാൻ ചായക്കടക്കാരൻ സെക്യൂരിറ്റി ചോദിച്ച 1500 രൂപയാണ് ആദ്യത്തെ നിക്ഷേപം. ബെഞ്ചും ഡെസ്കും അടക്കമെല്ലാം സ്വന്തമായി ഇവർ പെയിന്റ് അടിച്ചു. 2 കർട്ടനുകൾ വലിച്ചു കെട്ടി 4 മുറികളാക്കി. ട്യൂഷൻ പഠിക്കാൻ വന്ന കുട്ടികളാണ് എൻട്രൻസിന് പഠിപ്പിക്കാമോ എന്ന് ചോദിച്ചത്. അങ്ങനെ 1986 എൻട്രൻസ് പരിശീലനം തുടങ്ങി. ആദ്യത്തെ ബാച്ചിൽ എഴുതിയ 10-ൽ 5 പേർക്ക് എൻട്രൻസ് എക്സാമിലൂടെ പ്രവേശനം നേടാനായി. ഒരു MBBS-ഉം 4 എഞ്ചിനീയറിംഗ് പ്രവേശനവും. ഇതിനിടെ 4-മനായി സന്തോഷ് കുമാർ ഇവർക്കൊപ്പമെത്തി. 1990-91 ആയപ്പോൾ CT കൊട്ടാരം കോളേജ് വാടകയ്ക്ക് കിട്ടി. 2000-ലാണ് മുത്തോലിയിലെ സെൻറ്ററിലേക്ക് ബ്രില്യൻറ്റ് മാറ്റി സ്ഥാപിക്കപ്പെടുന്നത്. സ്ഥാപനത്തിൻ്റെ കുതിപ്പിൻ്റെ 2-ാം ഘട്ടം ഇവിടെയാണ് ആരംഭിക്കുന്നത്. ബുദ്ധിപൂർവമായ ഇടപെടലുകളും ഹൃദയപൂർവമായ പെരുമാറ്റവും പരസ്പര വിശ്വാസവും കൊണ്ട് സൃഷ്ടിച്ചെടുത്ത കൂട്ടുകെട്ടാണ് സ്ഥാപനത്തിൻ്റെ നട്ടെല്ല്. ഇതിനിടെ 1989 4 പേർക്കും ജോലി കിട്ടി. PSC പരീക്ഷയിൽ കാസർഗോഡ് ജില്ലയിൽ 1-ാം റാങ്കോടെ ജോർജ് ഹൈസ്കൂൾ അധ്യാപകനായി. സ്റ്റീഫനും ഹയർ സെക്കൻഡറി അധ്യാപകനായി. സന്തോഷിന് KSFEയിൽ ജോലി കിട്ടി. സെബാസ്റ്റ്യന് SI സെലക്ഷനും കിട്ടി. മറ്റ് 3 പേരും ജോലിക്ക് പോയെങ്കിലും മറ്റു ചില കാരണങ്ങളാൽ സെബാസ്റ്റ്യന് ജോലിക്ക് പോകാനായില്ല. പിന്നീട് 10 വർഷം ബ്രില്യൻറ്റിനെ നയിച്ചത് സെബാസ്റ്റ്യനാണ്. 2000-ൽ 2 പേർ ജോലി രാജിവെച്ചു. സന്തോഷ് നീണ്ട അവധിയെടുത്തു. ബ്രില്യൻറ്റിൻ്റെ 2-ാം അധ്യായം തുടങ്ങുന്നത് ഇവിടെ. 15 ഏക്കർ ക്യാമ്പസിൽ
പുതിയ കെട്ടിടമടക്കമുള്ള സൗകര്യങ്ങൾ ഇതോടെയാണ് സാധ്യമായത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ 6 സെന്ററുകളിലുമായി 375 ബാച്ച് വിദ്യാർത്ഥികളെയാണ് ഒരു ദിവസം പഠിപ്പിക്കുന്നത്. 200 ബാച്ച് റിപ്പീറ്റേഴ്സ് ഉണ്ട്. പുറമെ സ്കൂൾ ബാച്ചുകളും പാല, എറണാകുളം, തൃശൂർ, കൊല്ലം, തിരുവനന്തപുരം, കോഴിക്കോട് എന്നിവിടങ്ങൾക്ക് പുറമെ ഈ മാസം തലശ്ശേരിയിലും സ്ഥാപനം തുടങ്ങി. എല്ലായിടവും ബ്രില്യൻറ്റിന്റെ സ്വന്തം കുട്ടികൾ. ബ്രില്യൻറ്റിലെ പഠനം കൊണ്ടാണ് ഡോക്ടറും എഞ്ചിനീയറുമാകാൻ സാധിച്ചതെന്ന് പറയുന്ന ആയിരങ്ങൾ ഈ സ്ഥാപനത്തിന്റെ അഭിമാനമാണ്. ആദ്യ ബാച്ചിൽ നിന്ന് MBBSന് തിരഞ്ഞെടുക്കപ്പെട്ട ചെങ്ങളം സ്വദേശി ബിജു 2005 കേരള എഞ്ചിനീയറിംഗ് പ്രവേശനത്തിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ നിനോയ് ജോബ് കണ്ണമ്പള്ളി, 2009 എയിംസിൽ 1ാം റാങ്കും കേരള മെഡിക്കൽ പ്രവേശന പരീക്ഷയിലും 1ാം റാങ്ക് നേടിയ ജെയ്ബൻ ജോർജ്, കേരള മെഡിക്കൽ പ്രവേശന പരീക്ഷയിൽ 960-ൽ 960 നേടിയ മുഹമ്മദ് മുനവീർ, 2011 കേരള എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ ദിലീപ് കെ കൈനകര തുടങ്ങി പറഞ്ഞാലും തീരാനാവാത്തത്ര വ്യക്തികൾ ബ്രില്യൻറ്റിന്റെ സ്വത്താണ്. സാമൂഹിക പ്രതിബദ്ധതയോടെ ബ്രില്യൻറ്റ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മിടുക്കരായ കുട്ടികൾക്കായി ബ്രില്യൻറ്റ് സ്റ്റുഡൻസ് മൈത്രി സ്കോളർഷിപ്പ് നൽകുന്നു. 3000-ൽ പരം കുട്ടികൾ സ്കോളർഷിപ്പ് നേടി കുറഞ്ഞ ചെലവിൽ പഠനം നടത്തുന്നു. പട്ടികജാതി വർഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കായി സർക്കാർ സഹായത്തോടെ വിവിധ സ്കോളർഷിപ്പുകളുമുണ്ട്. 2021 പെട്ടിമുടി ദുരന്തത്തിൽ മാതാപിതാക്കൾ മരിച്ച ഗോപികയെ ദത്തെടുത്ത് താമസിപ്പിച്ച് പഠിപ്പിച്ചു. ഇപ്പോൾ ആ കുട്ടി പാലക്കാട് മെഡിക്കൽ കോളേജിൽ ഫസ്റ്റ് ഇയർ MBBS വിദ്യാർത്ഥിയായി പഠനം തുടരുന്നു. ബ്രില്യൻറ്റിന്റെ പ്രത്യേകതകൾ. റിപ്പീറ്റേഴ്സിനെ മുഴുവൻ സമയ വിദ്യാർത്ഥികളായി തന്നെ പരിഗണിച്ച് ദിവസവും 6 മുതൽ 7 മണിക്കൂർ വരെ പഠനം. ആഴ്ചതോറും ഓൺലൈനായും നേരിട്ടും പരീക്ഷകൾ. മാതാപിതാക്കളുമായും നിരന്തരം സമ്പർക്കമുണ്ടാകും. ലേണിംഗ് ആപ്പ്. സംശയ നിവാരണത്തിന് 24 മണിക്കൂർ സൗകര്യം. പരിശീലനത്തിന് ഓൺലൈനായും സൗകര്യങ്ങൾ എന്നിവ ബ്രില്യൻറ്റിന്റെ മാത്രം പ്രത്യേകതകളാണ്. ശാന്തസുന്ദരമായ ക്യാമ്പസുകൾ ബ്രില്യൻറ്റിന്റെ പ്രത്യേകത. തിരുവനന്തപുരത്ത് മാറിബാനിയോസ് കോളേജിന് സമീപം, കൊല്ലത്ത് യൂനിസ് എഞ്ചിനീയറിംഗ് കോളേജിനോട് ചേർന്ന്, കൊച്ചിയിൽ തേവര SH കോളേജിന് സമീപം, തൃശ്ശൂരിൽ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിനോടടുത്ത് കാൽദിയൻ ചർച്ചിന് സമീപം, കോഴിക്കോട് ദേവഗിരി ക്യാമ്പസിന് സമീപം, തലശ്ശേരിയിൽ ബിഷപ്പ് ഹൗസിന് സമീപം എന്നിവിടങ്ങളിലാണ് ക്യാമ്പസുകൾ സ്ഥിതി ചെയ്യുന്നത്. ശീതീകരിച്ച ക്ലാസ് മുറികൾ, സൗജന്യ വൈഫൈ, സുരക്ഷിത യാത്രാ സംവിധാനങ്ങൾ, ലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ ഉൾക്കൊള്ളുന്ന ലൈബ്രറി തുടങ്ങി ഒട്ടേറെ സൗകര്യങ്ങൾ ബ്രില്യൻറ്റ് വിദ്യാർത്ഥികൾക്ക് നൽകുന്നു. ഓൾ ഇന്ത്യ 1ാം റാങ്ക് ജേതാവിന് ഓരോ കോടി രൂപയും സ്വർണ്ണ മെഡലുമാണ് സമ്മാനം. 2ാം റാങ്കുകാർക്ക് 50 ലക്ഷവും 3 മുതൽ 5 വരെ റാങ്കുകാർക്ക് 25 ലക്ഷവും സമ്മാനം നൽകും. ഇത് കുറഞ്ഞു വന്ന് 601 മുതൽ 1000 റാങ്കുകാർക്ക് 5000 രൂപ വരെ സമ്മാനവും മെഡലും ലഭിക്കും. നീറ്റ് കേരള 1ാം റാങ്കുകാർക്ക് അടുത്ത വർഷം മുതൽ 25 ലക്ഷം രൂപയും 2ാം സ്ഥാനക്കാർക്ക് 10 ലക്ഷം രൂപയും സ്വർണ്ണ മെഡലുമാണ് സമ്മാനം. പടിപടിയായി കുറഞ്ഞ് 51 മുതൽ 100 റാങ്കുകാർക്ക് 5000 രൂപ വരെ നൽകും. ഇതിനു പുറമെ കേരള സിലബസിലുള്ള വിദ്യാർത്ഥികളിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി വിഷയങ്ങൾക്ക് 600 മാർക്ക് നേടുന്നവർക്ക് മുഴുവൻ ഫീസളവും നൽകും. CBSE, ISE വിഭാഗങ്ങളിൽ 300 മാർക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി വിഷയങ്ങൾക്ക് നേടുന്നവർക്കും മുഴുവൻ തുകയും ഒഴിവാക്കി നൽകും. ഇതിനും പുറമെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ വിവിധ ഫീസ് ഇളവുകളും നൽകുന്നു. എൻട്രൻസ് പരീക്ഷയുടെ മറുവാക്കായി പേര് തന്നെ വിശേഷണമാക്കി വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും വിശ്വാസം ആർജിച്ച ബ്രില്യൻറ്റ് ചൈത്രയാത്ര തുടങ്ങി. എ ബ്രില്യൻറ്റ് ജേർണി എന്ന് ആരും പറഞ്ഞു പോകുന്ന യാത്ര. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.